നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന 5 പ്രഭാതശീലങ്ങൾ. ദ പവർ ഓഫ് മോർണിംഗ് ഡിസിപ്ലിൻ. ജീവിതത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നുവെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ടാകില്ല. നിങ്ങൾ തളർന്നവനല്ല, ബുദ്ധിയില്ലാത്തവനല്ല, ഭാഗ്യമില്ലാത്തവനുമല്ല. എന്നാൽ ഒരു സത്യം ഞാൻ തുറന്നു പറയട്ടെ, നിങ്ങൾ പരാജയപ്പെടുന്നത് നിങ്ങളുടെ പ്രഭാതങ്ങളിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരും അത്ലറ്റുകളും ഒരു കാര്യം വിശ്വസിക്കുന്നു: വിൻ ദ മോർണിംഗ്, വിൻ ദ ഡേ. മിക്ക ആളുകളും രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു യുദ്ധം തോറ്റ പട്ടാളക്കാരനെ പോലെയാണ്. അലാറം അടിക്കുമ്പോൾ മുഖം ചുളിക്കുന്നു, മടിയോടെ എഴുന്നേൽക്കുന്നു, ലക്ഷ്യമില്ലാതെ ദിവസം തള്ളി നീക്കുന്നു. ഇത് നിങ്ങളുടെ ഭാവിയെയാണ് നശിപ്പിക്കുന്നത്. വിജയമെന്നത് ഒരു ലോട്ടറിയല്ല, അത് ദിവസവും രാവിലെ നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളുടെ ഫലമാണ്. നിങ്ങളുടെ മനസ്സിനെ ഒരു പോരാളിയുടേതുപോലെ മാറ്റിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട 5 ശീലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പൂർണ്ണമായും മാറ്റാൻ സഹായിക്കുന്ന ഒരു വലിയ അവസരത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഫിസിക്കൽ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക എന്ന്. അതിനായി ഞാൻ തയ്യാറാക്കിയ ഒന്നാണ് അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ്. ജിമ്മിൽ പോകാതെ തന്നെ സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് എങ്ങനെ കരുത്തുറ്റ ഒരു ശരീരം കെട്ടിപ്പടുക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു കംപ്ലീറ്റ് വീഡിയോ കോഴ്സാണിത്. ഇതിൻ്റെ യഥാർത്ഥ വില 3999 രൂപയാണ്. എന്നാൽ നമ്മുടെ ഈ ചാനലിലെ മെമ്പർമാർക്ക് വേണ്ടി ഞാനൊരു വമ്പൻ ഓഫർ നൽകുന്നു. നിങ്ങൾ വെറും 89 രൂപയ്ക്ക് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്താൽ 4000 രൂപ വില വരുന്ന ഈ കോഴ്സ് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കും. വെറും ഒരു ചായ കുടിക്കുന്ന ചെലവിൽ നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ മെമ്പറാകൂ, ആ ട്രെയിനിങ് സ്വന്തമാക്കൂ. ശീലം 1: പ്രഭാതത്തിൻ്റെ നിയന്ത്രണം. വേക്കപ്പ് അറ്റ് ദ സെയിം ടൈം. വിജയിക്കാൻ നിങ്ങൾ രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴാണോ എഴുന്നേൽക്കാൻ തീരുമാനിക്കുന്നത്, ആ സമയം എല്ലാ ദിവസവും ഒന്നായിരിക്കണം. ഇതൊരു അച്ചടക്കത്തിൻ്റെ അടിത്തറയാണ്. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേക താളമുണ്ട്, സെർക്കാഡിയൻ റിതം. എന്നും ഒരേ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ബോഡി ക്ലോക്ക് സെറ്റാവുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഇന്ന് ഞാൻ എഴുന്നേൽക്കണോ വേണ്ടയോ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിന് തളർത്തും. ആ നെഗോസിയേഷൻ അവിടെ നടക്കാൻ പാടില്ല. അലാറം അടിക്കുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കാതെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നവൻ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വിജയം അവിടെ കുറിക്കുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന ഒരു വാക്ക് പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് നിങ്ങളുടെ ആത്മവിശ്വാസം, സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കും. ശീലം 2: ഡിജിറ്റൽ ഉപവാസം. നോ ഫോൺ ഫോർ ദ ഫസ്റ്റ് അവർ. രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഫോൺ കയ്യിലെടുത്ത് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ നോക്കുന്നു. അവിടെയാണ് നിങ്ങളുടെ തകർച്ച തുടങ്ങുന്നത്. നിങ്ങൾ മറ്റൊരാളുടെ സന്തോഷം നോക്കുമ്പോൾ, മറ്റൊരാളുടെ പ്രശ്നങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ വല്ലാത്തൊരു സമ്മർദ്ദത്തിലേക്ക് വീഴുന്നു. ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങളുടെ ഫോൺ മറ്റൊരു മുറിയിൽ വയ്ക്കുക. പകരം ആ സമയം നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്കായി മാറ്റിവെക്കുക. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. നിങ്ങളുടെ മുറി വൃത്തിയാക്കുക. ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നതൊരു ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ അത് നിങ്ങളുടെ മനസ്സിന് ഒരു ടാസ്ക് പൂർത്തിയാക്കിയ സംതൃപ്തി നൽകുന്നു. ഈ ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കാനുള്ള കോട്ടയായിരിക്കണം. ശീലം 3: ചലനം ഉന്മേഷമാണ്. നമ്മുടെ ശരീരം ചലിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. പക്ഷേ ആധുനിക ജീവിതം നമ്മളെ ഒരു കസേരയിലേക്ക് തളർത്തിയിട്ടിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ ശരീരം അനങ്ങണം, വിയർക്കണം. ഇത് 6 പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ മടിയൻ എന്ന ഭാവത്തെ കൊന്നുകളയാനാണ്. വ്യായാമം ചെയ്യുമ്പോൾ രക്തയോട്ടം കൂടുന്നു, തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുന്നു. ഇത് കാരണം നിങ്ങളുടെ ഫോക്കസ് വർദ്ധിക്കുന്നു. മോഷൻ ക്രിയേറ്റ്സ് ഇമോഷൻ എന്ന് പറയാറുണ്ട്. നിങ്ങൾ ആക്റ്റീവായി ഇരിക്കുമ്പോൾ നിങ്ങളിൽ പോസിറ്റീവായ വികാരങ്ങൾ ഉണ്ടാകുന്നു. ശീലം 4: ശരീരത്തിന് അനുയോജ്യമായ ഇന്ധനം. ഈറ്റ് പ്രോട്ടീൻ, നോട്ട് ഷുഗർ. നമ്മുടെ മലയാളികളുടെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ അമിതമായ കാർബോഹൈഡ്രേറ്റ്സും മധുരവും ഉണ്ടാകും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നല്ല ഉന്മേഷം തോന്നും. പക്ഷേ 11 മണിയാകുമ്പോഴേക്കും നിങ്ങൾ തളർന്നു പോകും. ഇതിനെയാണ് ഷുഗർ ക്രാഷ് എന്ന് വിളിക്കുന്നത്. അതിനു പകരം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശീലിക്കുക. മുട്ട, പയർവർഗ്ഗങ്ങൾ, കപ്പലണ്ടി എന്നിവ ഉൾപ്പെടുത്താം. പ്രോട്ടീൻ നിങ്ങളുടെ വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കും മാത്രമല്ല, അത് നിങ്ങളുടെ പേശികൾക്കും തലച്ചോറിനും ആവശ്യമായ സ്ഥിരമായ ഊർജം നൽകും. മുട്ട, മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ എന്നിവ രാവിലെ ശീലമാക്കുക. നിങ്ങളുടെ ശരീരം ഒരു ക്ഷേത്രമാണ്. അവിടെ അനാവശ്യമായ ജങ്ക് ഫുഡ് നിറച്ച് അതിനെ അശുദ്ധമാക്കരുത്. ഏറ്റവും കഠിനമായത് ആദ്യം. ഈറ്റ് ദ ഫ്രോഗ്. നിങ്ങളുടെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും കഠിനവുമായ ജോലി ഏതാണോ അത് രാവിലെ തന്നെ ചെയ്തു തീർക്കുക. ഇതിനെയാണ് ഈറ്റ് ദ ഫ്രോഗ് എന്ന് വിളിക്കുന്നത്.
നമ്മൾ പലപ്പോഴും മടി കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ വൈകുന്നേരത്തേക്ക് മാറ്റിവെക്കും. എന്നാൽ സമയം കടന്നുപോകുന്തോറും നമ്മുടെ തീരുമാനമെടുക്കാനുള്ള ശേഷി അഥവാ ഡിസിഷൻ ഫാറ്റീഗ് കുറഞ്ഞുവരും. രാവിലെ നിങ്ങളുടെ എനർജി ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും. ആ സമയത്ത് ആ കഠിനമായ ജോലി തീർത്താൽ ബാക്കി ദിവസം നിങ്ങൾക്ക് വലിയൊരു ഭാരമൊഴിഞ്ഞതുപോലെ തോന്നും. ഇത് നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത 10 ഇരട്ടി വർദ്ധിപ്പിക്കും. ഈ ശീലം മാത്രം നിങ്ങൾ വളർത്തിയെടുത്താൽ 1 വർഷം കൊണ്ട് നിങ്ങൾ എവിടെ എത്തുമെന്ന് നിങ്ങൾക്ക് ഭാവനയിൽ പോലും കാണാൻ കഴിയില്ല. ഒരു വലിയ മാറ്റത്തിനായുള്ള മനസ്സ്, ദ ഡീപ്പ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ വെറുമൊരു അറിവായി മാത്രം കാണരുത്. അറിവുകൊണ്ട് മാത്രം ആരും വിജയിച്ചിട്ടില്ല. അറിവിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരാണ് യഥാർത്ഥ വിജയികൾ. നിങ്ങളിൽ പലരും ഈ വീഡിയോ കണ്ടുകഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ ഇത് മറന്നുപോയേക്കാം. എന്നാൽ നിങ്ങൾ മാറാൻ തീരുമാനിച്ചവനാണെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരണം. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന കഥകൾ മാറ്റുക. ഞാനൊരു പരാജിതനാണ്, എനിക്കിതൊന്നും ശീലിക്കാൻ കഴിയില്ല എന്നൊക്കെ നിർത്തുക. പകരം ഞാനൊരു വിജയിയാകാൻ ജനിച്ചവനാണ്, എൻ്റെ ഓരോ ശീലവും എന്നെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുക. മാറ്റം എന്നത് വേദനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം നിങ്ങളുടെ പഴയ പതിപ്പിനെ നിങ്ങൾ കൊന്നുകളയുകയാണ്. ആ വേദന സഹിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയൂ. ഡിസിപ്ലിൻ എന്നത് നിങ്ങളെ തടവിലാക്കുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങളെ സ്വതന്ത്രനാക്കുന്ന ഒന്നാണ്. സാമ്പത്തികമായി സ്വതന്ത്രനാകണമെങ്കിൽ പണത്തിന്റെ കാര്യത്തിൽ അച്ചടക്കം വേണം. ആരോഗ്യവാനായിരിക്കണമെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അച്ചടക്കം വേണം. ജീവിതം ജയിക്കണമെങ്കിൽ നിങ്ങളുടെ ഓരോ നിമിഷത്തിലും അച്ചടക്കം വേണം. നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പ്. നമ്മൾ ഈ യാത്രയുടെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടെങ്കിൽ നിങ്ങൾ സാധാരണക്കാരിൽ ഒരാളല്ല എന്നെനിക്കുറപ്പാണ്. മാറ്റത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു വലിയ മനസ്സ് നിങ്ങൾക്കുണ്ട്. ആ മാറ്റം ഇന്ന് തന്നെ തുടങ്ങാം. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങണം. അതിൻ്റെ ആദ്യ ചുവടായി കമന്റ് ബോക്സിൽ പോയി ഐ ആം റെഡി ടു ട്രാൻസ്ഫോം എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് കാണുന്ന 100 കണക്കിന് ആളുകൾക്ക് അതൊരു പ്രചോദനമായിരിക്കും. മറക്കരുത്, നമ്മുടെ ചാനലിലെ 300-ലധികം അംഗങ്ങൾ അവരുടെ ജീവിതം മാറ്റാനുള്ള യാത്രയിലാണ്. വെറും 89 രൂപയ്ക്ക് ചാനൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അൾട്ടിമേറ്റ് കാലിസ്ഥനിക്സ് ഗൈഡ് സ്വന്തമാക്കാൻ ഇനിയും വൈകരുത്. മറ്റൊരിടത്തും ലഭിക്കാത്ത ഈ ഓഫർ നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്കെത്തിക്കും. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഒരുമിച്ച് വളരുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ തന്നെയാണ്. ഓരോ പ്രഭാതവും ഒരു പുതിയ അവസരമാണ്. അത് പാഴാക്കി കളയരുത്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഫോക്കസ്ഡ്, വിൻ യുവർ ലൈഫ്. അടുത്ത പവർഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.